ഗീത, ഗീത, അയ്യോ പേടിക്കണ്ട, ഞാനാണ്. ഇതെങ്ങനെ ഇവിടെ? നമുക്ക് ഇവിടുന്ന് പോവാം. ഇയാൾ എന്നെ കൊല്ലും. എനിക്ക് പേടിയാ. ശബ്ദം ഉണ്ടാക്കരുത്. ഏട്ടൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നത് അത്ര എളുപ്പമല്ല. വഴിയുണ്ടാക്കാം. പൂജയ്ക്ക് ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പുറത്തടക്കും. ഇപ്പം ഞാൻ പോട്ടെ. ഞാൻ കന്യകയാണെങ്കിലല്ലേ അയാൾ വിചാരിച്ച കാര്യം നടക്കൂ. ഒരു തമ്പുരാനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. പുള്ളി എവിടെ പോയി? അവനങ്ങനെയാണ്, ബുക്കടച്ചാ പോവും. നല്ല ദിവ്യപ്രണയായിരുന്നല്ലേ? ബാക്കിയും കൂടി വായിക്കായിരുന്നു. അയ്യോ അമ്മമ്മ, അമ്മമ്മ എന്തു പറ്റി? ആരോ ജനലിന്റെ അപ്പുറത്തോടെ ഓടി. കള്ളക്കിളവാ, രാത്രി ഒളിഞ്ഞോട്ടം പകൽ യോഗ അല്ലടോ. അമ്മാവൻ ഭാഗത്തിന് പുറത്തോട്ട് വരയ്ക്കാൻ പോയതാണ്. ഓഞ്ഞക്കിളവാ, താനെന്റെ അമ്മാനായി പോയി. അല്ലെങ്കിൽ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ കാല പറഞ്ഞ് ഞാൻ നിലത്തടിച്ചാനെ. ബാക്കിയുള്ളവരും കൂടി നാറ്റിക്കാനായിട്ട്. മനു മോനെ നാറ്റിക്കല്ലടാ, നീ പറഞ്ഞ എന്ത് തെമ്മാടുത്താനും താനൊരു മണ്ടും പറയണ്ട. നേരം വെളുക്കുന്നതിന് മുൻപ് സ്ഥലം വിട്ടോണം. അമ്മാവൻ രാവിലെ വജ്രാസനം കഴിഞ്ഞിട്ട് പോയാൽ വജ്രാസനം തന്റെ കുറച്ച് ഡ്രസ്സാണ്. എല്ലാം ഇല്ലേന്നൊന്ന് നോക്കിക്കോളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ ഗോൾഡൊക്കെ എടുക്കണം. നമുക്ക് ഒരുമിച്ച് പോവാം. അതെന്തൊരു സന്തോഷമില്ലാത്ത. ഒന്ന് ചിരിക്കടോ, മുഖത്തൊരു പ്രസാദമില്ല. ഈ താല്പര്യക്കുറവൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറുന്നേ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ട കേട്ടിട്ടായിരിക്കും മോൾക്ക് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ്. അടുത്തറിയുന്നവരാരും കുറ്റം പറയില്ലേ. അല്ലാത്തവന്മാരൊക്കെ പലതും പറയും. ഞാൻ കള്ളാണ്, കഞ്ചാവാണ്, പെണ്ണുപിടിയാണെന്നൊക്കെ. അതൊക്കെ സഹിക്കാം. ഞാൻ അശ്ലീല സിനിമകൾ കാണുന്ന ആളാണെന്ന് വരെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ഷോ, തൊലി ഉരിഞ്ഞു പോവും. ഹോ, ഉള്ളത് പറയാലോ മോളെ. ആദ്യം കെട്ടിയ 3 പേർക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ എന്തിൻ്റെ കുറവാ? ലീല, അവൾ മീൻകാരൻ വന്ന് ഹോണടിച്ചാൽ ഇറങ്ങിയൊരു ഒറ്റ ഓട്ടാണ്. സംഗതി മീൻകാരനൊക്കെ തന്നെയാണ്. പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയാണ് കൊടുക്കലും വാങ്ങലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയായിരുന്നു. പിന്നെ ലത, ഗ്യാസ് കൊണ്ടുവരുന്ന മോനെ. ആളില്ലാത്ത സമയത്ത് അവൻ ഗ്യാസ് കൊണ്ടുവരും. അതെന്താ ഞാൻ ഉണ്ടാകുമ്പോൾ അവന് ഗ്യാസ് ഉണ്ടാകുന്ന? അത് അവളും കൂടി അറിഞ്ഞോണ്ടല്ലേ. അടുക്കളയിൽ ഗ്യാസ് ഫിറ്റിങ്സിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ ഫിറ്റിങ്സും കൂടി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ തറവാടിന് പേരുണ്ട്, അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ സുലോചന, പ്ലംബർ മണി ടാങ്കിൻ്റെ മുകളിലും ഇവളടിയിലും അവൻ മുകളിലും. അശ്ലീലം ഒഴിവാക്കി മോളെ, ഒഴിവാക്കി. നമുക്കൊരു സംസ്കാരമൊക്കെ ഉണ്ടായി. പിന്നെ രാധികേനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. എൻ്റെ മനസ്സിലെ സ്ത്രീ സങ്കല്പം അതേപടി രാധികയിലുണ്ട്. ഉള്ളിലങ്ങോട്ട് കയറിപ്പോയി. ഇനി എനിക്കെല്ലാം രാധികയാണ്. രാധികയ്ക്ക് ഞാനും. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച സ്വർണ്ണം എടുക്കാം. പോട്ടെ.
അമ്മാവാ. ഭാഗ്യം കാലം ഇത് കണ്ടില്ല.